ഹായ് ഓൾ, വെൽക്കം ടു ദ ഈസി കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പകുതി സവാള നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 1/4 പോർഷൻ തക്കാളി കുരു കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം ഏതൊക്കെ കളറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എല്ലാത്തിനും ഒരു 1/4 പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇനി നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, ലാസ്റ്റ് ആയിട്ട് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ഇത്രയും നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ 1/2 പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുള്ളൂ. ബാലൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലുള്ള ചെറിയ പീസസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ പകുതി മാത്രമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മാരിനേറ്റ് ചെയ്യാം. ബാക്കി പൗഡർ നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച ശേഷം ഇനി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. എല്ലാം കോരിയെടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് കൂടെ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും അതുപോലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നന്നായി നമുക്ക് സോട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പൗഡർ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് സെറ്റ് ചെയ്യാനുള്ള റാപ്പാണ്. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയൊരു ടോർട്ടില റാപ്പ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് പാനിലിട്ട് 2 സൈഡും ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കുന്ന വീഡിയോ ക്ലിപ്പ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സാലഡ് ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ മയണൈസും ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ലെറ്റസ് ലീഫും അതുപോലെ വേറെ ഏതൊരു വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ചിക്കന് പകരം എഗ്ഗ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് പയ്യെ റാപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് പാനിൽ വെച്ച് 2 സൈഡും ജസ്റ്റ് ഒന്ന് ഹോട്ടാക്കി എടുക്കുന്നുണ്ട്. ഹോട്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഫില്ലിങ്സ് നല്ല സെറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത റാപ്പ് നല്ല വിട്ടുപോകാതെ സ്റ്റിക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാത്രം ചൂടാക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫജിറ്റ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്